ദൈവതിരുമണത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ബിജു. ഞാൻ വയനാട് ജില്ലയിലെ പനമരത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഭാര്യയാണ് ബിന്ദു. ഞാനൊരു യാക്കോബായ സഭാംഗമാണ്. 2019 ഒക്ടോബർ മാസം 7-ാം തീയതിയാണ് ഞാനിവിടെ നിന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയിൽ നിയോഗമായിട്ട് വെച്ചാൽ എനിക്ക് കിഡ്നിയിൽ സ്റ്റോണായിരുന്നു. കിഡ്നിയിൽ സ്റ്റോണെന്ന് പറഞ്ഞാൽ ഒരു 10-17 കല്ലുകളുണ്ട്. അതിൽ ഏറ്റവും ചെറിയ കല്ലിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 29 mm മേലേക്കായിരുന്നു എൻ്റെ കല്ലുകളുടെ എല്ലാം വലിപ്പം. അപ്പോൾ എനിക്ക് മൂത്രം പോവില്ല. ചില സമയത്ത് മൂത്രം ഒഴിക്കുമ്പോൾ ബ്ലഡിൻ്റെ അംശങ്ങളുണ്ടാകുമായിരുന്നു. അങ്ങനെ 2019 സർജറി അല്ലാതെ വേറൊരു മാർഗമില്ല എന്നാണ് എന്നോട് ഡോക്ടർമാർ പറഞ്ഞത്. കോഴിക്കോട് മെഡിക്കൽ ഡോക്ടർമാർ പറഞ്ഞത്. എൻ്റെ ഒരു സുഹൃത്ത് മുഖേനയാണ് ഞാനിവിടെ വന്നത്. ഞാൻ ഉടമ്പടി എടുത്തു. ആദ്യത്തെ 3 മാസം ഒന്നും സംഭവിച്ചില്ല. ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പോയി ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇന്നേ വരെ, അതായത് ഞാനിവിടെ നിന്ന് ഈ സാക്ഷ്യം പറയുന്ന നിമിഷം വരെ എനിക്ക് അങ്ങനെയുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. ഒരു വേദന അനുഭവപ്പെട്ടിട്ടില്ല. മൂത്രം ഒഴിക്കുന്നതിന് തടസ്സം ഉണ്ടായിട്ടില്ല. മറ്റ് ശാരീരിക അസ്വസ്ഥതകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് എൻ്റെ വീട്ടിലേക്കൊരു വഴിയില്ലായിരുന്നു. വീട്ടിലേക്ക് പോകുന്നൊരു വഴിയില്ലായിരുന്നു. ഞങ്ങളൊരു വളരെ ദുരിതര കുടുംബത്തിൽപ്പെട്ട ഒരാൾക്കാരാണ്. ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോകുന്ന വഴിയില്ലായിരുന്നു. തൊട്ടടുത്ത ഒരാളുടെ സ്ഥലത്ത് കൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അയാളോട് വഴി തരുമെന്ന് ചോദിച്ചപ്പോൾ അയാൾ ആദ്യമൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. മാതാവിൻ്റെ അനുഗ്രഹം പോലെ അയാൾ ഇങ്ങോട്ട് വിളിച്ച് ഞങ്ങൾക്ക് വഴി തന്നു. 10 അടി വീതിയിലുള്ള വഴി. അദ്ദേഹം പൈസ പോലും കൊടുക്കാതെ ഞങ്ങളുടെ പേരിലേക്ക് അത് രജിസ്റ്റർ ചെയ്ത് തന്നു. അതുപോലെ തന്നെ ഒരു 32 വർഷക്കാലമായിട്ട് ഞാനൊരു പുകവലിക്ക് അടിമയായിരുന്നു. പുകവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചെറിയ പുകവലിയൊന്നുമല്ല. ഏകദേശം ഒരു 30-40 സിഗരറ്റോളം ഒരു ദിവസം ഞാൻ വലിക്കുമായിരുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ഒരു ചെയിൻ സ്മോക്കറായിരുന്നു. അത് ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയതിന് ശേഷം നിർത്തി. എന്നെക്കൊണ്ട് അത് നിർത്താൻ സാധിക്കാതെ വന്നു. അത് കുറച്ച് കൊണ്ടുവന്നു. എങ്കിൽ ഉടമ്പടി എടുത്ത് പോയതിനു ശേഷം വീണ്ടും ഞാനത് മാതാവിനോട് ദൈവത്തെ പറ്റിക്കുന്ന പോലെ ആയിപ്പോയി. വീണ്ടും ഞാനത് തുടങ്ങി. 2023 ഞാൻ വീണ്ടും ഇവിടെ വന്നു. അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു. 1.5 വർഷമായിട്ട് ഇതേവരെ ഒരു പുകവലിക്കാനുള്ള ഒരു ടെൻഡൻസി തോന്നിയിട്ടില്ല. ഞാൻ നിറയെ പുകവലിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ കൂടെ പോയാലും എനിക്ക് പുകവലിക്കാനുള്ള ആ ഒരു ടെൻഡൻസി ഇപ്പോഴില്ല. പരിപൂർണമായിട്ട് 1.5 വർഷത്തോളം കാലമായി പരിപൂർണമായിട്ട് എൻ്റെ പുകവലി പൂർണ്ണമായും പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എനിക്ക് മാറ്റിത്തന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് സ്വന്തമായി കുടിക്കാനൊരു വെള്ളമെടുക്കാനൊരു കിണറുണ്ടായിരുന്നില്ല. അത് ഞങ്ങൾ മറ്റു വീടുകളെയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ആ കിണറിലെ വെള്ളവും കാലക്രമേണ ഈ കാലാവസ്ഥയുടെ മൂലം പറ്റിപ്പോയി. ഞങ്ങൾ പുഴവെള്ളം കുടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറി. മാതാവിൻ്റെ ഇവിടുന്ന് കൊണ്ടുപോയ വെഞ്ചരിച്ച ഉപ്പ് ഞങ്ങളുടെ ഭൂമിയിലിട്ട് കിണർ കുത്തി ഞങ്ങൾക്ക് വെള്ളം കാണുന്ന വരെ മാതാവിൻ്റെ മുമ്പിൽ തീ കത്തിച്ച് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് ഒരു കിണർ കുത്തി വെള്ളം കണ്ട് ഇതിന് വെള്ളം കുടിക്കുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തന്നു. ഇപ്പോൾ ഞങ്ങൾ ഇഷ്ടംപോലെ വെള്ളം എത്ര വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ വേണമെങ്കിലും ഉള്ള രീതിയിലുള്ള അവസ്ഥയിലേക്ക് വെള്ളം തന്നെ ഞങ്ങൾ സഹായിച്ചു. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. ഞാൻ ഈ ഉടമ്പടി സാക്ഷ്യത്തിന് എഴുതാത്തൊരു കാര്യം, എൻ്റെ കുഞ്ഞ് ചെറുതായിരുന്ന സമയത്ത് ഉള്ളൊരു കാര്യം പറയാനായിരിക്കുകയാണ്. കുഞ്ഞ് ഒരു 2 വയസ്സുള്ളപ്പോൾ വലിയൊരു ഡാമിൽ പോയതാണ് അവൾ. ദൈവം മാതാവ് താങ്ങിയതാണെന്ന് പറയാൻ പറ്റുള്ളൂ. അന്ന് മാതാവിൻ്റെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞോളാം എൻ്റെ ഭാര്യ നേർന്നിരുന്നു. ഇന്നെൻ്റെ മകൾക്ക് 21 വയസ്സായി. ഈ 21 വയസ്സ് വരെ സാക്ഷ്യം പറയാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. വെള്ളത്തിൽ പോയ കുഞ്ഞ് ഏകദേശം 1.5 മണിക്കൂറും വെള്ളത്തിൽ പൊന്തി കിടന്നു. ഇവള് 2ാമത്തെ കുഞ്ഞിൻ്റെ ഗർഭിണിയായിരുന്നു. 6-7 മാസം. ഇവളാണ് കുഞ്ഞിനെ ആദ്യം കണ്ടത്. ആ അവസ്ഥയിൽ അവൾ വെള്ളത്തിൽ ചാടി കുഞ്ഞിനെ എടുത്ത് കരയിൽ കൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും എൻ്റെ കുഞ്ഞ് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. മറ്റ് അസ്വസ്ഥതകളൊന്നും എൻ്റെ കുഞ്ഞിന് ഉണ്ടായിരുന്നിട്ടില്ല. ഞങ്ങൾക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങളൊക്കെ തന്ന് ഞങ്ങളെ സഹായിച്ച അമ്മയോടും തിരുക്കുമാരോടും ഞങ്ങൾ നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളെ പത്രം ഇവിടുന്ന് കൊണ്ടുപോയി ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും അയൽവക്കക്കാർക്കും സുഹൃത്തുക്കളൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ ഈ വൃദ്ധസദനത്തിലേക്ക് ഞങ്ങളുടെ സ്ഥലത്തൊരു നാട്ടുകൂട്ടായ്മ എന്ന് പറയുന്ന സംഭവമുണ്ട്. ആ കൂട്ടായ്മയിലൂടെ ഞങ്ങളെ കൊണ്ടാവുന്നത് പോലെ ഞങ്ങൾ സഹായം ചെയ്യാറുണ്ട്. ഒരുപാട് പ്രാവശ്യം അങ്ങനെ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്.
ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ സഹായിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.